വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ലൈംഗിക ബന്ധം നടത്തുകയാണെങ്കിൽ അത് റേപ്പല്ല. ഇനി പരസ്പര സമ്മതത്തോടുള്ള ബന്ധം പിന്നീട് തകർന്നു പോകുമ്പോൾ അതിനെ ക്രിമിനലൈസ് ചെയ്യരുത് എന്ന് കോടതി ഓർമ്മിപ്പിക്കുന്നു. ഇവർ തമ്മിൽ ലൈംഗിക ബന്ധമുണ്ടായ കാലയളവിൽ അതിജീവിത വിവാഹിതയായിരുന്നു. കോടതി പറയുകയാണ് വിവാഹമോചനം നേടിയിരുന്നില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പരസ്പര സമ്മതത്തോടുള്ള ലൈംഗിക ബന്ധം അത് വിവാഹത്തിൽ കലാശിച്ചില്ലെങ്കിൽ അതിന് കുറ്റകൃത്യത്തിന്റെ നിറം കൊടുക്കുന്നത് തെറ്റാണ്. ഇറ്റ്സ് എ ക്ലിയർ ഒബ്സർവേഷൻ. ഇങ്ങനെ ചെയ്യുന്നത് റേപ്പ് പോലുള്ള ഗൗരവരമായ കുറ്റകൃത്യങ്ങളെ ലഘൂകരിക്കുന്നു. മാത്രമല്ല, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, കുറ്റാരോപിതന് സാമൂഹ്യപരമായ ഒറ്റപ്പെടൽ ഉണ്ടാകുന്നു. ഇത് അയാളോട് കാണിക്കുന്ന കടുത്ത അനീതിയാണ്. ഇറ്റ് ഈസ് സീവിയർ ഇൻജസ്റ്റിസ്. ലയൽ, ഇറ്റ്സ് ഇൻജസ്റ്റിസ്. ഫോൾസ് പ്രോമിസ് ടു മാരി ആയി കാണുന്നത് നിയമത്തെ ശരിയാവണ്ണം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്നാണ് ജഡ്ജി പറയുന്നത്. പിന്നീട് പറയാണ്, ദ മിയർ ഫാക്ട് ദാറ്റ് പാർട്ടീസ് ഇൻഡൾജ് ഇൻ ഫിസിക്കൽ റിലേഷൻസ് pursuant to promise to marry will not amount to rape in every case. The mere fact that the parties indulge in physical relationship pursuant to a promise to marry will not amount to rape in every case. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ലൈംഗിക ബന്ധം നടത്തുകയാണെങ്കിൽ അത് റേപ്പല്ല. ഇനി പരസ്പര സമ്മതത്തോടുള്ള ബന്ധം പിന്നീട് തകർന്നു പോകുമ്പോൾ അതിനെ ക്രിമിനലൈസ് ചെയ്യരുത് എന്ന് കോടതി ഓർമ്മിപ്പിക്കുന്നു. ഇവർ തമ്മിൽ ലൈംഗിക ബന്ധമുണ്ടായ കാലയളവിൽ അതിജീവിത വിവാഹിതയായിരുന്നു. കോടതി പറയുകയാണ് വിവാഹമോചനം നേടിയിരുന്നില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് കോടതി പറയണേ, ബൈ നോ സ്ട്രെച്ച് ഓഫ് ഇമാജിനേഷൻ ക്യാൻ ഇറ്റ് ബി ഹെൽഡ് that she was eligible for marriage with Pramod Kumar because Section 5, subsection 1 of the Hindu Marriage Act 1955 prohibits marriage between two individuals if either of them have a living spouse. വിവാഹം കഴിച്ച ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ച് ഇതിൽ ആരെങ്കിലും ഒരാൾ വിവാഹം കഴിച്ചാണെങ്കിൽ അയാൾക്ക് ആ വിവാഹം നിലനിൽക്കെ വേറെ വിവാഹം കഴിക്കാൻ ഒക്കില്ല. Did you get the point? മനസ്സിലായി. അപ്പൊ നോക്കി, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഇവർ വിവാഹമോചിതരല്ല, ഇവര് ഹിന്ദു മാരേജ് ആക്ട്. അവർക്ക് ഒരു കാരണവശാലും ബൈ നോ സ്ട്രെച്ച് ഓഫ് ഇമാജിനേഷൻ എന്നാണ് പറയുന്നത്. ബൈ നോ സ്ട്രെച്ച് ഓഫ് ഇമാജിനേഷൻ ക്യാൻ ഇറ്റ് ബി ഹെൽഡ് ദാറ്റ് ഷി വാസ് എലിജിബിൾ ഫോർ മാരേജ് ബിക്കോസ് ഓഫ് സെക്ഷൻ 5 subsection 1 of the Hindu Marriage Act 55. It prohibits marriage between two individuals if either of them have a living spouse. എന്നിട്ട് പറയും, പിന്നെ അവർ പറയാണ്, in other words, law prohibits bigamous unions and therefore disallows parties from entering into second marriage during the sustenance of their first marriage. ഒന്നാമത്തെ വിവാഹം നിലനിൽക്കുമ്പോൾ രണ്ടാമത്തെ വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാൻ അങ്ങനെ നിയമം കോണ്ടംപ്ലേറ്റ് ചെയ്യുന്നില്ലെന്നേ. പിന്നെ എങ്ങനെ ഈ മാരേജ് പ്രോമിസ് എന്ന് പറയുന്നത്? ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഇവരെല്ലാം വിവാഹിതരാണ് പലരും, അല്ലേ? അപ്പൊ എങ്ങനെയാണ് അത്? ഹൗ വാസ് ഇറ്റ് പോസിബിൾ? അവര് ഡിവോഴ്സ് ചെയ്തതിന് ശേഷമാണ് ഇയാൾ പ്രോമിസ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാരീസ് എ മെറിറ്റ്. ഈ സ്ത്രീകൾ വിവാഹിതരാണ്, അത് മറ്റാർക്കും അറിഞ്ഞില്ല, അവർക്കെങ്കിലും അറിഞ്ഞൂടെ? അപ്പൊ എങ്ങനെയാണ് വിവാഹം നടക്കുന്നത്? വിവാഹം ഇവർ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം വിവാഹം മോചനം അപേക്ഷ കൊടുത്ത് അതെല്ലാം കിട്ടിയതിന് ശേഷം ആ കാലഘട്ടത്തിൽ അയാളുടെ ചിന്താഗതി മാറിക്കൂടെ? നമ്മൾ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിവോഴ്സ് ആകത്തില്ലേ? അത് വിവാഹത്തിന് മുമ്പുള്ള സ്നേഹത്തെ കുറിച്ച് ഞാൻ സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ എന്റെ ഭാര്യമായിരിക്കാണ്ട് ശരിയാകത്തില്ല എന്ന് ഒരാൾക്ക് തോന്നിക്കൂടെ? ഒന്ന് രണ്ട് പോയിന്റ് പറഞ്ഞിട്ട് റേപ്പ് കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കോടതികൾ വളരെ ശ്രദ്ധയോടെ നീങ്ങാൻ സുപ്രീം കോടതിയുടെ ഒബ്സർവേഷൻ ആണ് കേട്ടോ. പരസ്പര സമ്മതത്തോടുള്ള ലൈംഗിക ബന്ധം അത് വിവാഹത്തിൽ കലാശിച്ചില്ലെങ്കിൽ അതിന് കുറ്റകൃത്യത്തിന്റെ നിറം കൊടുക്കുന്നത് തെറ്റാണ്. ഇറ്റ്സ് എ ക്ലിയർ ഒബ്സർവേഷൻ. ഇങ്ങനെ ചെയ്യുന്നത് റേപ്പ് പോലുള്ള ഗൗരവരമായ കുറ്റകൃത്യങ്ങളെ ലഘൂകരിക്കുന്നു. മാത്രമല്ല, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, കുറ്റാരോപിതന് സാമൂഹ്യപരമായ ഒറ്റപ്പെടൽ ഉണ്ടാകുന്നു. ഇത് അയാളോട് കാണിക്കുന്ന കടുത്ത അനീതിയാണ്. ഇറ്റ് ഈസ് സീവിയർ ഇൻജസ്റ്റിസ്. ലയൽ, ഇറ്റ്സ് ഇൻജസ്റ്റിസ്. കാരണം സമൂഹം അയാളെ, നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടം ഇഷ്യൂ വരുമ്പോൾ എന്താണ്, രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവരെ പുലഭ്യം പറയുന്നു. മനസ്സിലായോ? ഇവിടെ ഗാന്ധിയെ വെടിവെച്ച് കൊന്ന ആൾക്കെതിരെ ആരും കല്ലെറിഞ്ഞ് കൊന്നില്ല. നിയമപരമായുള്ള വിചാരണയെ കഴിഞ്ഞിട്ട് ശിക്ഷയാണ് കൊടുക്കുന്നത്. ഇവിടെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ. അയാൾക്ക് ഇപ്പോൾ 24 ചാനലിലും മറ്റും
അയാളെ ഇന്റർവ്യൂ ചെയ്യുന്നതാണ്. ആ ഇന്റർവ്യൂ ചെയ്ത ആള് പണം മേടിച്ചിട്ടാണ് ആ ഇന്റർവ്യൂ ചെയ്ത ആളെ ചീത്ത പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയക്കാര് ഇത് പോസ്റ്റ് ചെയ്യുന്നു. എന്തൊരു നാടാണിത്? ഈ പറയുന്നവരാരാണ്? ഈ പറയുന്നവരൊക്കെ ആരാണ്? കേരളത്തിൽ എന്ത് മൊറാലിറ്റി ഉള്ളത്? ഞാൻ പറഞ്ഞില്ല, ഞങ്ങളൊരു HIV ഒരു സെന്റർ, HIV പ്രിവെൻഷൻ ഒരു സെന്റർ ലാബൊക്കെ നടത്തിയിരുന്നു. ഫുൾ ഫ്ലഡ്ജ് ലാബായിരുന്നു. അപ്പൊ അവിടെ ഒരുപാട് പേര് ഫ്രീ ടെസ്റ്റിംഗ് ആണ്, എല്ലാവരും വരും. അപ്പൊ അതിൽ ടെസ്റ്റ് ചെയ്തതിൽ ഈ നാട്ടിലുള്ള മതപുരോഹിതന്മാരെ, എല്ലാ മതത്തിലുള്ളവരുണ്ട്, കന്യാസ്ത്രീകളുണ്ട്, എല്ലാ മനുഷ്യരുണ്ട്. അപ്പൊ ഈ പ്രൊമിസ്ക്യൂസ് ആണ് നമ്മുടെ സൊസൈറ്റി. വൈ ഡോണ്ട് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? ഞാൻ അതിനെ ലെജിറ്റിമൈസ് ചെയ്യൂ ഒന്നുമല്ല പറയണം. ബട്ട് വി ഹാവ് ടു ആക്സെപ്റ്റ് ദ ഫാക്ട് ആസ് ഫാക്ട്. നമ്മൾ എന്തിനാ ഈ ഇരുട്ടുകൊണ്ട് എന്താണ് കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന് പറയത്തില്ലേ? വൈ ഷുഡ് വി ഡു ദാറ്റ്? നിയമപരമായി അയാൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കണം. പിന്നെ പബ്ലിക് മൊറാലിറ്റി, രാഷ്ട്രീയക്കാരൻ ഇതൊക്കെ ആകാമോ? ദാറ്റ്സ് അനദർ ക്വസ്റ്റ്യൻ. അയാളുടെ പബ്ലിക് മൊറാലിറ്റിയെ നിയമപരമായി വ്യാഖ്യാനിച്ചുകൊണ്ട് നടത്തുന്ന പത്രപ്രവർത്തന കൊലപാതകമില്ലേ, അതിനെതിരെ അയാൾ പ്രതികരിക്കണം. അയാൾ കേസ് കൊടുക്കണം ഇവർക്കെതിരെ. അത് അയാൾക്ക് വേണ്ടി മാത്രമല്ല, ഇനി വരാനുള്ളവർക്കും. ഇതുപോലുള്ള ചർച്ചകൾ ടെലിവിഷനിൽ ഇരുന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പം അയാൾ തന്നെ വേണമെന്ന് വന്നിട്ട് എണിച്ച് പോടാന്ന് പറയാം, മതിയടാ നീയൊക്കെ ചർച്ച ചെയ്യുന്നു പറയണം. അതൊരു ക്രിമിനൽ കുറ്റമല്ലല്ലോ. അതെ, ഉറപ്പായിട്ടും. അപ്പൊ അതാണ് ആ കേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വളരെ വെരി വെരി ക്രൂഷ്യൽ. ഉറപ്പായിട്ടും സാർ. അതിലിപ്പോ എനിക്ക് തോന്നുന്നു, ഇപ്പൊ സാർ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത നാഗരത്ന മാഡത്തിന്റെ വിധി വെച്ചിട്ടുള്ള കേസിൽ ഇവര് ഡിവോഴ്സിനുള്ള ആപ്ലിക്കേഷൻ എങ്കിലും മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ രാഹുലിന്റെ കേസിൽ അതിജീവിതന്മാർ ആരും തന്നെ ഡിവോഴ്സിനുള്ള ഒരു മൂവ്മെന്റ് പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. അവര് വിവാഹേതര ബന്ധം നടത്തുന്നു. എന്നിട്ട് ആ ബന്ധത്തിൽ പാർട്ട്ണറായ അയാള് കുറ്റക്കാരൻ. അവരെന്ത് ഭയങ്കര മോഡൽസ് പോലെ വന്ന് ആളോട് സംസാരിക്കുന്നു. അവർക്ക് വേണ്ടി ഓൺ ബിഹാഫ് ഓഫ് ദം ആരൊക്കെ സംസാരിക്കുന്നു? അതെ, അല്ല, വിവാഹ വാഗ്ദാനം നടത്തി പീഡിപ്പിച്ചു എന്ന് പറയുന്നവരാരും തന്നെ വിവാഹബന്ധം വേർപെടുത്താനുള്ള ഒരു ലീഗൽ പ്രൊസീജിയറിലേക്കും കടന്നിട്ട് പോലുമില്ല എവിടെയൊന്നും. അല്ല, ഇയാളെ ഒരു യുവ നേതാവാണ്. ഇയാളെ കാണാൻ കുറച്ച് കൊള്ളാം. ഇയാൾക്ക് ഒരു നല്ല സംസാരിക്കാൻ അറിയാം. ഇയാൾ പൊളിറ്റിക്കൽ പൊട്ടൻഷ്യൽ ഉണ്ട്. നാളെ ഇയാൾ എം.എൽ.എ. മന്ത്രിയൊക്കെ ആകാം. അപ്പൊ അയാളുടെ അടുത്ത് പയ്യെ അങ്ങ് കേറുക, അത്രേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞതുപോലെ പത്രമാധ്യമ പ്രവർത്തകരുൾപ്പെടെ ശരിക്കും രാഹുലിനെ കൊലപാതക ശ്രമം തന്നെയാണ് നടത്തിയിരിക്കുന്നത് രാഹുലിന്റെ നേരെ. ശരിക്കും അതങ്ങനെയാണ്. സാമൂഹ്യപരമായ അയാളെ ഒറ്റപ്പെടുത്തി. അയാൾക്ക് ഒരു വളരെ സർവൈവിങ് സ്പിരിറ്റ് ഉള്ളതാണ് അയാൾ തിരിച്ചു വന്നത്. അല്ലെങ്കിൽ ആളുകൾ തകർന്നു പോകും, ചിലപ്പോൾ ഡിപ്രഷൻ അടിച്ചു പോകും, ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യും. നമ്മൾ ഒരു കണ്ടില്ലേ, ഒരു ബസ്സില് ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ ഫോട്ടോ എടുത്തത് അവരുടെ ബ്രസ്റ്റിൽ ഇയാൾ തട്ടാന്ന് പറഞ്ഞു ഉടനെ തന്നെ അയാൾ സൂയിസൈഡ് ചെയ്തു. ആ സ്ത്രീക്കെതിരെ അബറ്റ്മെന്റ് സൂയിസൈഡ് കേസ് എടുത്ത് അവർ റിമാൻഡിലാണെന്ന് തോന്നുന്നു. നിസ്സാരമായിട്ട് ഇപ്പൊ പുറത്തേക്ക് വരുമല്ലോ എല്ലാ കാര്യങ്ങളും. പക്ഷെ രാഹുലിന്റെ ആ ഒരു കാര്യത്തില് രാഹുൽ സ്റ്റേൺ ആയിട്ട് നിന്നിട്ടുണ്ട്. ഈ ഒരു വിഷയത്തില് രാഹുലിന്റെ വീട്ടുകാരോടും നമ്മൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, മാധ്യമപ്രവർത്തകരെ കൃത്യമായ അകലത്തിൽ അവർ നിർത്തി എന്നുള്ളതാണ്. അവരെ നിർത്തി. അതും അവര് ഈ ഒരു വിഷയത്തിൽ എല്ലാരും പാലിക്കേണ്ട ഒരു മാതൃകാപരമായിട്ടുള്ള നടപടിയായിട്ട് തന്നെ എനിക്കും അതിനെ തോന്നിയത്. അനാവശ്യമായിട്ട് ചർച്ചകളിൽ ചെന്ന് വഴിവെച്ച് കൊടുത്തില്ല അവര്. മാധ്യമപ്രവർത്തകർക്ക് അനാവശ്യമായിട്ട് ബൈറ്റ് കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അവര് സ്വീകരിച്ചൊരു നിലപാട് എപ്പോഴും ഒരു അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവിടെ. പത്രപ്രവർത്തകർ ഞാൻ ഒരു പേഴ്സണൽ ഒരു ഇൻസിഡന്റ് പറഞ്ഞു. ഞാൻ ഈ ISR കേസിൽ നമ്പി നാരായണൻ ജയിലിൽ കിടന്നിട്ട് ഫസ്റ്റ് 90 ദിവസമായിട്ട് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഞാൻ പുള്ളിയെ കാണാൻ പോയി. അപ്പൊ ഞാൻ പുള്ളിയുടെ വീടിന്റെ വെളിയിൽ, വീടിന് ഗേറ്റ് കയറിയിട്ട് പുള്ളിയുടെ മുറിക്കകത്ത് കയറിയില്ല, വീടിന്റെ വെളിയിൽ നിന്നിട്ട് ഞാൻ പറഞ്ഞു, ഐ ആം രാജശേഖരൻ നായർ, ഐ ആം എ ജേർണലിസ്റ്റ്, ഇഫ് യു വാണ്ട് ടു കിക്ക് മീ ഔട്ട് പ്ലീസ് ടെൽ മീ, ഐ വിൽ ഗോ ഔട്ട്. അപ്പോൾ ഞാൻ എന്താ അങ്ങനെ പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഇൻ യുവർ പ്ലേസ് ഐ വുഡ് ഹാവ് കിക്ക്ഡ് എ ജേർണലിസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞു. അതായത് യാതൊരു മര്യാദയില്ലേ, വിവരങ്ങൾ അറിഞ്ഞൂടെ, ഇതൊക്കെ ഇതൊക്കെ വായിച്ചൂടെ? ഒരു കേസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താന്ന് അറിയണ്ടേ? ഒരു ലീഗൽ കറസ്പോണ്ടന്റ് അല്ലേ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യണ്ടേ? നമുക്കിപ്പോ അങ്ങനെ ഇല്ലല്ലോ. പണ്ടൊക്കെ മാതൃഭൂമിയിലൊക്കെ ഷാഹിദ് എന്നൊക്കെ പറഞ്ഞ്, ഷാഹിദ് ലീഗൽ കറസ്പോണ്ടന്റ് ആണ്, അവർക്ക് നിയമം കൃത്യമായിട്ട് അറിയാം. ഇപ്പോഴതില്ലെന്നേ. ഇന്ന് ഒരു ചർച്ച നടത്തും, നാളെ വേറെ എല്ലാത്തിന്റെയും ഇങ്ങനെ, ഇവർക്ക് ഒന്നിന്റെയും ഡീപ്പായിട്ട് അറിയില്ല.
ഓരോ ജേർണലിസ്റ്റുകൾ ഓരോ ഏരിയ സ്പെഷ്യലൈസ് ചെയ്യണ്ടേ. സയൻസ് കറസ്പോണ്ടന്റ് ഉണ്ടാകണം, ലീഗൽ കറസ്പോണ്ടന്റ് ഉണ്ടാകണം. അവർ നിയമത്തിന്റെ അപ്ഡേറ്റഡ് ആയിരിക്കും അവർ. ഇതിപ്പോ ഇന്നലെ വന്ന നിയമമാണിത്, ഇന്നലെ വന്ന ജഡ്ജ്മെന്റ് ആണ്. അത് പല ലൈവിലായുള്ള പല സൈറ്റുകൾ അത് റിപ്പോർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞു. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരൻ രാജശേഖരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ തന്നെ പേരുള്ള രാജശേഖരൻ, ആ പുള്ളിയാണ് എനിക്ക് രാവിലെ ഇത് അയച്ചത്. ഞാൻ പറഞ്ഞു താങ്ക്സ് എ ടൺ. അപ്പം ഞാനത് എടുത്തിട്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്, നന്ദകുമാറിനെ വിളിക്കുന്നത്, നമുക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന്. ഇത്രയും നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ട്, അവൈലബിലിറ്റി ഉണ്ട്. പണ്ടൊരു ജഡ്ജ്മെന്റ് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ വക്കീൽ ഓഫീസിലൊക്കെ പോയിട്ടില്ല, കുറെ പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കും. ഇപ്പോഴും വക്കീൽ റൂമിൽ കാണിക്കുമ്പോൾ അങ്ങനെയാണ്. അതിന്റെ ആവശ്യമില്ല. ഇന്ന് യു ഹാവ് എ ഇന്റർനെറ്റ് കണക്ഷനുള്ള കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് അവിടെ എടുക്കാം, നിങ്ങൾക്ക് അതിന്റെ സൈറ്റേഷൻസ് നോക്കാം, എല്ലാം നോക്കാം. അപ്പൊ ആ മുറിയൊന്നും വേണ്ട, ഇത് പത്രക്കാർക്കും ചെയ്യാവുന്നതാണ്. അതെ സർ, തീർച്ചയായിട്ടും. എന്തായാലും ഈ ഒരു വിധി രാഹുലിന്റെ കേസിൽ ഉൾപ്പെടെ ഇനി അങ്ങോട്ടുള്ള പുരുഷ കമ്മീഷന് വേണ്ടി വാദിക്കുന്ന ആൾക്കാരൊക്കെ അവർക്കൊക്കെ ഭയങ്കര ആശ്വാസകരമായിട്ടുള്ള ഒരു വിധി തന്നെയാണ്. പുരുഷ കമ്മീഷനാണോ വേണ്ടത്, ഇത്തരം നിയമ അറിവുകളാണോ എന്നുള്ളത് മറ്റൊരു ചോദ്യമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അല്ല, അത്യാവശ്യം കൊടുക്കേണ്ട മജിസ്ട്രേറ്റുമാർക്കാണ്. ഈ കേസൊക്കെ വന്നിട്ട് ജാമ്യം നിഷേധിക്കുന്ന മജിസ്ട്രേറ്റുമാരില്ലേ, അതുങ്ങളൊക്കെ പിടിച്ച് പുറത്ത് കളയണം. ദേ ഡോണ്ട് ഡിസേർവ് ടു ഹോൾഡ് ദാറ്റ് പോസ്റ്റ്. ലോ ആൻഡ് ജസ്റ്റിസിന്റെ ഭാഗമാണ്. നിയമം മാത്രമല്ല, നീതി നടപ്പിലാക്കണം. അതാണ് ഈ സുപ്രീം കോടതി പറയുന്നത്. അയാളോട് കാണിക്കുന്ന കടുത്ത അനീതിയാണ്. ജസ്റ്റിസ് ആണ്. ലോയും ജസ്റ്റിസും രണ്ടും രണ്ടാണ്. ലോയിൽ കൂടെ അൾട്ടിമേറ്റ് നമ്മൾ ചെന്നെത്തേണ്ട ജസ്റ്റിസിലേക്കാണ്. ലായുമില്ല ജസ്റ്റിസും ഇല്ല, എന്ത് മജിസ്ട്രേറ്റും പറയുന്നത് ഇവര്. ഇത് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് അവർക്ക് അറിയില്ലേ നിയമം. രാഹുലിന്റെ കേസ് ഈ 3 കേസിലും ജാമ്യം നിഷേധിച്ച ഓരോ മജിസ്ട്രേറ്റുമാർക്കും ഇത് ബാധകമാണല്ലോ സാർ. അപ്പോ അതെ, അവർക്കെതിരെ കേസ് കൊടുക്കണമെന്നേ. നിയമം അറിഞ്ഞുകൊണ്ടെങ്കിൽ ഇറങ്ങി പുറത്തു പോകാൻ പറയണം. നമുക്ക് അങ്ങനെ കേസ് കൊടുക്കാന്നുള്ളൊരു വകുപ്പ് ഇപ്പോഴും നിലവിലുണ്ടോ? ഇപ്പോ നിലവിലുണ്ട്. ഞാൻ അന്നൊരിക്കൽ ചർച്ച ചെയ്യുന്ന വകുപ്പ് ഓർമ്മയില്ല, സെക്ഷൻ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ വകുപ്പുണ്ട് കേട്ടോ. അതനുസരിച്ച് കേരളത്തിൽ കേസ് കൊടുത്തിട്ടില്ല. സംഭവം മാത്രമായിരുന്നു നമ്മളിന്ന് പറഞ്ഞിരുന്നത്. അല്ല, രജിസ്ട്രാർക്കല്ല, ക്രിമിനൽ കേസ് കൊടുക്കാം. അവിടെ ദാറ്റ് ട്രയബിൾ ബൈ എ മജിസ്ട്രേറ്റ്. ഇറ്റ്സ് എ ബെയിലബിൾ ഒഫൻസ്. ആ മജിസ്ട്രേറ്റിനെതിരെ നമ്മൾക്ക് കേസ് കൊടുക്കാം. കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ മജിസ്ട്രേറ്റിനെ വിചാരണ ചെയ്യുന്ന ഒരു മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും. ഇറ്റ്സ് എ ബെയിലബിൾ ഒഫൻസ്. കേരളത്തിൽ ആരും കൊടുക്കത്തില്ല. കൊടുക്കണം. കൊടുക്കാത്ത വെച്ചാൽ നാളെ ഈ വക്കീലന്മാരാരും ഇതിന് തയ്യാറാകത്തില്ല. കാരണം ഈ വക്കീലന്മാർക്ക് നാളെ ഈ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജുഡീഷ്യൽ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ കേസുമായിട്ട് പോകണ്ടേ. ഒരു മജിസ്ട്രേറ്റിന്റെ അടുത്ത് കേസ് കൊടുക്കുകയാണെങ്കിൽ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഒക്കെ ഈ വക്കീലിനെതിരാവും. വക്കീലിന്റെ തൊഴിൽപരമായ പ്രശ്നത്തിലെ വക്കീൽ സ്വന്തമായിട്ട് വാദിക്കുന്ന ഒരാൾ കേസ് കൊടുക്കണം. വകുപ്പുണ്ട് കേട്ടോ, വകുപ്പുണ്ട്. ഞാൻ സെക്ഷൻ ഓർക്കുന്നില്ല, നമ്മളൊരിക്കൽ സ്റ്റോറി ചെയ്തിരുന്നു. ഐ ജസ്റ്റ് ഡോണ്ട് റിമെമ്പർ ദാറ്റ്. ഞാൻ തെറ്റായ വകുപ്പ് പറയുന്നതുകൊണ്ട് പറയാത്തതാണ്. ഓക്കെ സാർ, ഓക്കെ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു.